ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. ഒരു മുരിഞ്ഞൊരു ബീഫ് ഫ്രൈ കേട്ടോ, കറുത്ത കളറിൽ നമ്മൾ ഉണ്ടാക്കില്ല അതുപോലത്തെ ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനകത്തേക്ക് 1/2 കിലോ ബീഫാണ് ഇടുന്നത് കേട്ടോ. 1/2 കിലോ ബീഫ്, പിന്നെ ഉപ്പ് ഇട്ടു, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇവിടെ എരിവ് വേണം, അപ്പം അതുകൊണ്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, ഇനി അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാതും കൂടി ചതച്ചതാണ്. ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ച് കൊടുക്കണം. നല്ലോണം കൈ കൊണ്ട് കുഴച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കേണ്ട, ഈ വെള്ളത്തിൽ തന്നെ ഈ ബീഫിനെ വേവിക്കുക കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം ഇടണം കേട്ടോ, കുറച്ചിട്ടാൽ മതി. പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമ്മൾ മുളക് ഇടുക, അതേപോലെ തന്നെ ഉണക്കമുളക് ഇതേപോലെ ചെയ്യുക. ഞാനിപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ ഇത് വെച്ചും കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ബീഫ് വേവാൻ വെച്ച് കുക്കറിൻ്റെ ശബ്ദം കേൾക്കണം. ഇത്ര ഇട്ടിട്ട് നല്ലോണം വഴറ്റി വരട്ടെ. ഇതുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ. ഇത് കുറച്ചുകൂടെ കേട്ടോ, ഒന്ന് വരട്ടെ, ഒന്ന് ഇതാവട്ടെ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ആക്കണേ. അപ്പം നമ്മൾ ആ ഉള്ളിയിലേക്ക്, വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് ബീഫ് എടുത്തിട്ട് കേട്ടോ, എന്നിട്ട് ബീഫ് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് ഇനി വെള്ളമൊക്കെ വറ്റി ഇത് ഫ്രൈ ആകണം. ഓക്കെ, കണ്ടല്ലേ, ഇത് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഇനി നമ്മൾ കരിവേപ്പിലിടാൻ പോകുകയാണ് കേട്ടോ. കരിവേപ്പിലിട്ടു കേട്ടോ. കരിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ബീഫ് ഒഴിവാക്കിയ ബീഫ് വേറൊരു പാത്രത്തിലാണ്. 3-4 കഷ്ണം ബീഫ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇത്തിരി ചോറിടാം. ഈ ചോറ് കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കണം. അമ്പോ, ഇതിൻ്റെ ഒരു മഹാ ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഓളൊക്കെ അടിക്കണേ. വേണ്ട, ഇനി ഈ ചോറ് നമ്മളൊന്ന് പ്ലേറ്റിലിട്ടിട്ടൊന്ന് കഴിച്ച് നോക്കണം. എന്താ രുചി!